ഇന്ന് റിസൾട്ട് അറിയണ ദിവസമായതുകൊണ്ട് മുസല്ലീന്ന് നീച്ചിട്ടില്ല കേട്ടോ ഒരാള്. അതിന്റെ റിസൾട്ട് ഏതാനും നിമിഷങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളില് റിസൾട്ട് വരും. ഇനി റിസൾട്ട് അറിയാതെ അതിനുള്ളിൽ പായിന്ന് നീച്ചൂലെന്നാ പറയണത്. ഇപ്പൊ സമയം 2:23. കാണില്ലേ, 2:23. 3 മണിയായാൽ നമ്മൾ റിസൾട്ട് നോക്കും. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പുതിയ സിലബസുകാരെത്തി. ഓള് കുറേ ഓപ്ഷൻസ് പറഞ്ഞിട്ടോ, കുറേ എന്താ പറയുക, കുറേ എന്തൊക്കെ പറഞ്ഞിരുന്നത്. ഓലെ സിലബസ് മാറിയിരിക്കണ അവർക്ക് ടഫായിരുന്നു, ഇങ്ങളെ മാതിരിയല്ല കുറേ പറഞ്ഞിന്. ഇന്ന് നിസ്കാരപ്പായിന്ന് നീച്ചണില്ല. അപ്പോൾ നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം. അൽഹംദുലില്ലാ, റിസൾട്ട് വന്നു. കുഴപ്പമൊന്നുമില്ലാത്ത മാർക്കുണ്ട്. 6 A+ഉം 2 Aയും 1 B+ഉം 1 Bയും. അപ്പോൾ നമ്മൾ അപ്പോഴത്തെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതിന് ശേഷം നമ്മൾ 3 മണി മുതൽ നമ്മൾ വെയിറ്റ് ചെയ്തൊക്കെ ആയതുകൊണ്ട് 3:30 ആയപ്പോൾ നമ്മൾ നോക്കി. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോനെ റിപ്പീറ്റ് അടിച്ചിട്ടാട്ടോ പറയണത്. കാരണം അത്രക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഭയങ്കര ടഫായിരുന്നല്ലോ. ഓക്ക് ഭയങ്കര ടഫായിരുന്നു കേട്ടോ SS ഒക്കെ. എന്നാലും അതിലൊക്കെ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട് എല്ലാത്തിലും. പിന്നെ ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഓലെ സ്കൂളിലെ എല്ലാ കുട്ടികളും പാസ്സായിക്കണ്. അൽഹംദുലില്ലാ. 100% വിജയമുണ്ട്. പിന്നെ നിങ്ങളെ ആരെങ്കിലുമൊക്കെ റിലേറ്റീവോ കുടുംബക്കാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടോ. നമ്മൾ ഈ ചുറ്റുപാട്ടൊക്കെ നോക്കുകയാണെങ്കിൽ, അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. പിന്നെ ആദ്യത്തെ പോലെ അതിന് മുന്നത്തെ എക്സാമിൽ എല്ലാവർക്കും കുറേ ഫുൾ A+ഉം അങ്ങനെയൊക്കെ കണ്ടിനി. പക്ഷെ അത്ര തന്നെ ഫുൾ A+ഉം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിന്. വളരെയധികം കുറവായിട്ട് തോന്നിക്കണു. എല്ലാവരും ജയിച്ചുക്കണു, അതന്നെ വലിയ ഭാഗ്യം. എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സിലബസും പുസ്തകമൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞപ്പോൾ പാഠഭാഗങ്ങളത്തെ ഓരോ ടോപ്പിക്കും ചിലതൊക്കെ വലിയ ക്ലാസ്സിലത്തെയാണ്. ടോൽക്ക് ടീച്ചേഴ്സ് +2ത്തെ പുസ്തകമൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതിലും പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിനി. അപ്പം ഞാനവളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമില്ല അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സമാധാനപ്പെടുത്തിയും. എന്തായാലും റിസൾട്ട് വന്നു. ഇനിയിപ്പോൾ ആരും നമ്മൾ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലൊന്നും കുറ്റപ്പെടുത്താതിരിക്കുക. ഇതല്ല നമ്മളെ ലൈഫ് പറയണത്. ഇനി മുന്നോട്ടുള്ള ജീവിതം. കാരണം ചിലർ ഈ പഠനത്തിലൊക്കെ വളരെയധികം പിന്നോക്കം നിൽക്കണോലേക്കാരം ലൈഫിൽ മുന്നേറാൻ പോവുക. ഇതൊക്കെ ഈ ഒരു സമയത്തെ താൽക്കാലികത്തെ കുറച്ച് നിമിഷങ്ങളാണ് ഓർക്കുക. ഇനി സിനൂസ് വ്ലോഗിൽ കുറേ വീഡിയോസ് ഓൾഡായിട്ടുള്ളത് വരും കേട്ടോ. ഇപ്പോൾ ഒക്കെ ഓരോ ദിവസം എന്തെങ്കിലും ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ, എന്തെങ്കിലും അറിയണം, അപ്പോൾ നമുക്ക് ഒന്നിനും തോന്നാത്തൊരവസ്ഥ അങ്ങനെ ഇരുന്നിട്ടോള് എന്തെങ്കിലും കമ്മിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ള ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ട്യൂഷനൊന്നും പോയിട്ടില്ല കേട്ടോ. ട്യൂഷനൊന്നും പോവാതെ കഷ്ടപ്പെട്ട്, വളരെയധികം കഷ്ടപ്പെട്ട് അറിയില്ലേ, ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് അവൾ പഠിച്ചിരിക്കണത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവൾ ട്യൂഷനൊന്നും പോയിട്ടില്ല എന്നുള്ളത് തന്നെ ഭയങ്കര എന്താ പറയുക, എന്താണെന്ന് വാക്കുകൾ അറിയണില്ല കേട്ടോ. നല്ലൊരു തന്നെയാണ്. അതൊരിതാണ് അറിയില്ലേ, അതേപോലെ കേട്ടോ. എന്നിട്ടുള്ള വീട്ടിലിരുന്ന് കാണ്ട് ട്യൂഷനൊന്നും പോകാതെ ഉള്ള അത്ര മാർക്ക് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷം. എന്നിട്ടിന്ന് ഇപ്പോൾ വന്നപ്പോൾ ലഡുവൊക്കെ കൊടുന്നതിന് ഞങ്ങൾ ലഡുവൊക്കെ കഴിച്ചിട്ടോ. ഓളെ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. അപ്പോൾ നിങ്ങളെ കുടുംബത്തിലോ നിങ്ങളെ അനിയത്തിയാളോ അനിയന്മാർക്കൊക്കെ മാർക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സീനൂസ് വ്ലോഗിൽ ഇനി പുതിയ വീഡിയോകളൊക്കെ ഇറക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. ബായ്.